ഹലോ ഓൾ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡെറിവേറ്റീവ് ഇസ് ദ ടോപ്പിക്. അതായത് നമ്മൾ പ്ലസ് ടു ബേസ്ഡ്, അതായത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചതാണ് ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി. ഇത് മാത്സിൻ്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയി പഠിച്ചതാണ്. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രോ നമുക്ക് തരികയാണ്. ഹിയർ ഡെറിവേറ്റീവിന് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. സോ എഫ് ഡാഷ് ഓഫ് എക്സിന് നമ്മളൊരു വിച്ച് മീൻസ് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വൈ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അതായത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റിയുടെ ഒക്കെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ആ ഡെൽറ്റ എക്സിനെ ടെൻസ് ടു 0യിലേക്ക് കൊടുത്താൽ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ ലഭിക്കും. സോ അത്രേ ഉള്ളൂ. നമുക്ക് ജനറൽ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ നമുക്ക് പ്ലസ് ടു ലെവലിൽ നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് എക്സ് റേസ് ടു എന്നിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ജനറൽ ഫോം ഓഫ് ഡെറിവേറ്റീവ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ഡെറിവേറ്റീവിൻ്റെ വേറൊരു ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് അതായത് ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് സപ്പോസ് that m is a constant where f of x is equal to mx plus 2 at x naught is equal to 10. Differentiate. അതായത് നമുക്ക് f of x is equal to mx plus 2 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എം ഈസ് എ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഡിഫറൻഷിയേറ്റ്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ we got the equation of differentiation that is f dash of x naught equal to delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x. Here x naught is equal to 10 ആണ്. therefore f of 10 plus delta x minus f of 10 divided by delta x വരും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് ഹിയർ f of x is equal to mx plus 2 ആണ്. സോ f of 10 plus delta x is equal to, അതായത് mx plus 2ൽ എക്സിൻ്റെ സ്ഥാനത്ത് 10 plus delta x കൊടുത്താൽ നമുക്ക് f of 10 plus delta x കിട്ടും. സോ f of 10 plus delta x is equal to m into 10 plus delta x plus 2 എന്ന് വരും. ആൻഡ് f of x naught is equal to f of x naught is equal to എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ടിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ m into 10 divided by m into 10 plus 2 എന്ന് വരും. ഹിയർ അതായത് ഇവിടെ ഈ ബ്രാക്കറ്റ് ഇവിടെയല്ല, ഇവിടെയാണ്. അതായത് m into 10 ദാറ്റ് ഈസ് mx plus 2 ആണ്. സോ m into 10 plus 2 എന്ന് വരും. സോ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഹിയർ m into 10 plus delta x is equal to 10m plus m delta x plus 2 കോൺസ്റ്റൻ്റ് അവിടെ വരുന്നുണ്ട്. മൈനസ് m into 10m വരും. നെക്സ്റ്റ് സോ ഹിയർ mx plus 2
f of x is equal to mx plus 2. Therefore, f of 10 equal to m into 10 plus 2. Here there is a all bracket. സോ അതായത് ഇവിടെ ഒരു ഓൾ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് 10m കൊടുക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് 2ക്കും കൊടുക്കും. സോ ഫൈനൽ അതായത് 10m പ്ലസ് എം ഡെൽറ്റ എക്സ് പ്ലസ് 2 മൈനസ് 10m മൈനസ് 2 വരും. അതായത് സിമ്പിൾ മാത്സ് ആണ്, നമ്മൾ പ്ലസ് 2 ലെവലിൽ നമ്മൾ പഠിച്ച മാത്സ് ആണ്. ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് വരും. ഹിയർ this 10m and minus 10m cancelled each other. And this plus 2 and this minus 2 cancelled. So final m delta x divided by delta x varum. Here delta x cancelled each other. So the final answer is m എന്ന് വരും. So we got the differentiating value of f of x equal to mx plus delta x, that is f dash of x. നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ അതായത് ഒന്നുമില്ല, അതായത് ഡെറിവേറ്റീവിന് നമ്മളൊരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 f of x naught plus delta x minus f of x naught divided by delta x. അതായത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഹിയർ ദ ടോപ്പിക് ഈസ് ലിമിറ്റ്സ്. അതായത് ലിമിറ്റ്സ് നമ്മൾ പ്ലസ് ടു ലെവൽ, അതായത് നമ്മൾ പ്ലസ് ടു ലെവൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലിമിറ്റ്സിനെ കുറിച്ച് പഠിച്ചതാണ്. ഹിയർ there is an expression that is limit x tends to x naught f of x is equal to L എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് x നോട്ടിലേക്ക് ടെൻസ് ടു ചെയ്യുമ്പോൾ f of x ന്റെ വാല്യൂ L ന് ഈക്വൽ ആയിരിക്കും. ഹിയർ we got the graph. Here this is x, this is and എക്സിൻ്റെ തൊട്ടപ്പുറത്ത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ f of x. സോ ദ പോയിന്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയും ഈ പോയിന്റ്. ആൻഡ് എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ദറ്റ് ഈസ് L എന്ന് വരും. സോ ഇറ്റ്സ് പോയിന്റ് ഈസ് എക്സ് നോട്ട് ഇൻറ്റു L എന്ന് വരും. ദറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒന്നുമില്ല, എക്സ് നോട്ടിലേക്ക് ടെൻസ് ടു ചെയ്യുമ്പോൾ f of x, എക്സ് നോട്ടിലേക്ക് ടെൻസ് ടു ചെയ്യുമ്പോൾ f of x ന്റെ വാല്യൂ എന്ത് ചെയ്യും? Lലേക്ക് മാറും. സോ അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ഗോട്ട് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്. അതായത് ലിമിറ്റ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഹിയർ അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി ഓഫ് എക്സ് എക്സിസ്റ്റ്. അതായത് നമുക്ക് രണ്ട് ലിമിറ്റ് ഉണ്ട്. എക്സ് നോട്ടിലേക്ക് ടെൻഡ് ചെയ്യും, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ്. രണ്ട് ലിമിറ്റ്സ് നമുക്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. സോ വി ഗോട്ട് ദ ഫസ്റ്റ് റൂൾ, ദറ്റ് ഈസ് സം റൂൾ ആണ് വരുന്നത്. സം റൂൾ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഹോൾ ഫംഗ്ഷനെ ലിമിറ്റ് കൊടുക്കുന്നതും ആ ഒരു ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് അതിന് ലിമിറ്റ് കൊടുക്കണം, സെയിം ആയിരിക്കും. ഇത് പ്ലസ് ടു ബേസ്ഡ് സിലബസ് ആണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സോ നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് റൂളിലേക്ക് പോകാം. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്റ്റ് റൂൾ. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിലേക്ക് ലിമിറ്റ് കൊടുക്കുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി ഓഫ് എക്സ് രണ്ടും സെയിം ആണ്. സോ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് റൂൾ. ആൻഡ് ദ തേർഡ് വൺ ഈസ് റെസിപ്രോക്കൽ റൂൾ. അതായത് നമുക്ക് ഈ റൂളുകളൊക്കെ നെക്സ്റ്റ് ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ നമുക്ക് പെട്ടെന്ന് റൂൾ പറഞ്ഞു പോകാം. ഇത് പ്ലസ് ടു ബേസ്ഡ് സിലബസ് ആണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. സോ നെക്സ്റ്റ് റൂൾ ഈസ് റെസിപ്രോക്കൽ റൂളാണ്. റെസിപ്രോക്കൽ റൂൾ എന്ന് പറയുമ്പോൾ വി ഗോട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് 1 ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിലേക്ക് കൊടുത്തു എഫ് ഓഫ് എക്സിൻ്റെ. സോ വി ഗോട്ട് റെസിപ്രോക്കൽ റൂൾ. പിന്നെ ഇതിനൊരു കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത്. ഹിയർ വി ഗോട്ട് വെനെവർ ഇറ്റ് ഈസ് 0 1/0 ആയിരിക്കും, വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ,
സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റൂളാണ്. ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയി പഠിച്ചതാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് സി ഈസ് ഈക്വൽ ടു സി. ദാറ്റ് ഈസ് നമ്മളൊരു കോൺസ്റ്റൻറ്റിൽ നമ്മൾ ലിമിറ്റ് കൊടുത്താൽ ആ ലിമിറ്റിൻ്റെ വാല്യൂ ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിറ്റി ഇൻ റൂളാണ്. ഐഡൻറ്റിറ്റി റൂൾ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എക്സ്, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ഔട്ട്കം ഈസ് എക്സ് നോട്ട് ആയിരിക്കും. സോ ഇതെല്ലാം സിമ്പിൾ ടോപ്പിക്കാണ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതുമാണ്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ഈസ് ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സിൻ്റെ ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റെൻഡഡ് സം റൂൾ ആണ്. ഹിയർ എക്സ്റ്റെൻഡഡ് സം റൂൾ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് f1 of x plus f2 of x plus etc plus fn of x is equal to limit x tends to x naught of f1 of x plus limit x tends to x naught of f2 of x plus etc plus limit x tends to x naught of fn of x. അതായത് f1 പ്ലസ് f2 പ്ലസ് fn of x എന്ന് പറയുന്ന ഒരു ലാർജ് സമ്മിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മളുടെ കയ്യിലുണ്ട്. അതിലേക്ക് ലിമിറ്റ് കൊടുക്കുന്നതും ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസിലേക്ക് ലിമിറ്റ് കൊടുത്ത് നമ്മൾ അതിൻ്റെ സമ്മേഷൻ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് എക്സ്റ്റെൻഡഡ് പ്രൊഡക്റ്റ് റൂൾ ആണ്. സോ നമുക്കറിയാം പ്രൊഡക്റ്റ് റൂളിൻ്റെ അതേപോലെ തന്നെയാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡക്റ്റ് റൂളും. ഇവിടെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും നേരത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് f1 of x into f2 of x into fn of x equal to limit x tends to x naught of f1 of x into limit x tends to x naught of f2 of x into limit into etc plus limit x tends to x naught of fn of x എന്ന് വരും. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ആണ്. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഒന്നുമില്ല, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വരും. അതായത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ആ ഫംഗ്ഷന് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഹിയർ we got an example. Here the example is limit x tends to 2k into x plus 2 ആണ്. Here k is the constant. അപ്പോൾ k നെ നമ്മൾ പുറത്തോട്ട് എടുക്കുക. സോ k ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x plus 2 എന്ന് വരും. അതായത് കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ഫൈനൽ വാല്യൂ നമ്മൾ അവിടെ എഴുതി. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് കോഷ്യന്റ് റൂൾ ആണ്. കോഷ്യന്റ് റൂൾ എന്ന് പറയുമ്പോൾ ഈസ് നത്തിങ് ബട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി ഓഫ് എക്സ് വേർ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷനിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലേക്കുള്ള ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടിലും ഡിവൈഡ് ചെയ്യുക. സോ ഇതിനോട് ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ മാത്തമാറ്റിക്സ്. ആൻഡ് വേർ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. 0 ആയാൽ ദാറ്റ് ഈസ് 1/0, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി നെക്സ്റ്റ് ടോപ്പിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് പവർ റൂളാണ്. പവർ റൂൾ ഇസ് നത്തിങ് ബട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് റൈസ് ടു എൻ ആയിരിക്കും. അതായത് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് നോട്ട് വരും, അതിൻ്റെ പവർ എന്നും വരും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് നോട്ട് റൈസ് ടു എൻ എന്ന് വരും. സോ ദാറ്റ്സ് ഓൾ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാൻ പറ്റുന്നത്. ഹിയർ വി ഗോട്ട് ആൻ ക്വസ്റ്റ്യൻ
ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ആണ്. ഹിയർ എക്സിൻ്റെ ഒരു ലിമിറ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെ കൊടുക്കുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹിയർ ദർ ഇസ് എ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആൻഡ് എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ 2x ഉണ്ട്, അതുപോലെ തന്നെ 5 ഉണ്ട്. ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 അതിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എക്സിനോടുള്ള ലിമിറ്റ് എക്സ് സ്ക്വയറിന് ലിമിറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ 2xന് ലിമിറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ 5ന് ലിമിറ്റ് കൊടുക്കുക. സോ നമ്മൾ പ്രീവിയസ് +1 പഠിച്ചത് സിമ്പിളായിട്ട്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ ആണെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, ദാറ്റ് ഈസ് 3 സ്ക്വയർ കിട്ടും. ഇനി 2xന് ലിമിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 2 × 3 എന്ന് വരും. 5 ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്, അതിന് ലിമിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 5 എന്ന് വരും. സോ സിമ്പിൾ മാത്തമാറ്റിക്സ് 3 സ്ക്വയർ 9, 2 × 3 6, 5 9 + 6 + 5 ദാറ്റ് ഈസ് 20 എന്ന് വരും. സോ ലിമിറ്റ് അത്രേ ഉള്ളൂ, സിമ്പിൾ, ഒന്നുമില്ല. സോ നമുക്ക് നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 to x square minus 7x plus 3 divided by x minus 3. This is the question. സോ ഇങ്ങനെ വരുന്ന പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുകയെന്ന് വെച്ചാൽ, സോ ഹിയർ ദർ ഇസ് എ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 3 ആണ്, ന്യൂമറേറ്റർ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ആ ഒരു ഡിവിഷന് ഒന്നുമില്ല, സിമ്പിൾ ലോജിക് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. അതായത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 3 ഒന്നെങ്കിൽ നമുക്ക് ലോജിക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യുക, അതല്ല എങ്കിൽ x = -b + or - √b² - 4ac/2 എന്ന് പറയുന്നത് നമുക്ക് ജനറൽ ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടിട്ട് നമുക്ക് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാം. സോ ഹിയർ മൈ ഫാക്ടേഴ്സ് ആർ 2x - 1 × x - 3 ആണ് ഇവിടെ ഫാക്ടർ, അതായത് നമുക്ക് വന്നിട്ടുള്ളത്. സോ I got the value of x is equal to -1, that is value of x is equal to 1/2 and value of x is equal to value of x is equal to 3 എന്ന് വരും. അതായത് ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ അല്ല, ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ടാക്കാം, ദാറ്റ് ഈസ് 2x - 1 ആൻഡ് x - 3. സോ ഹിയർ ദ ഡിനോമിനേറ്ററിൽ ഒരു x - 3 ഉണ്ട്, ന്യൂമറേറ്ററിൽ 2x - 1 × x - 3 ഡിവൈഡ് ബൈ x - 3 ആണ്. സോ x - 3 and x - 3 cancelled each other. So the final value is limit x tends to 3 to x - 1 ആണ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് 3 വരുമ്പോൾ 2 × 3 - 1 ദാറ്റ് ഈസ് 6 - 5 -1 ദാറ്റ് ഈസ് 5. അത്രേ ഉള്ളൂ. ഇനി നമുക്കിവിടെ ഫാക്ടേഴ്സ് ആക്കാനുള്ള ഒരു മെത്തേഡല്ല, അതായത് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഭാഗം, അതായത് ഇത് അറിയാത്തവർക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ വേറെ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാം, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x + 1 ഡിവൈഡ് ബൈ x - 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x + 1 ഡിവൈഡ് ബൈ x - 1 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഹിയർ ന്യൂമറേറ്റർ -1 + 1 ഡിനോമിനേറ്റർ -1 - 1 ദാറ്റ് ഈസ് 0 - 2 എന്ന് വരും. 0 - 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്റർ -2 ദാറ്റ് ഈസ് ഫൈനൽ ഔട്ട്കം ഈസ് 0 എന്ന് വരും. ദാറ്റ്സ് ഓൾ, സിമ്പിൾ മാത്സ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടി ഡീൽ ചെയ്യാം. Here there is a question that is limit x tends to 1 x cube minus 3x square plus 14x divided by x raised to 6 plus x cube plus 1 ആണ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഡിനോമിനേറ്ററിൽ 1 + 1 + 1 ദാറ്റ് ഈസ് 3 എന്ന് വരും. ന്യൂമറേറ്ററിൽ 1ൻ്റെ ക്യൂബ് 1 വരും, -3 × 1² ദാറ്റ് ഈസ് -3 എന്ന് വരും, പ്ലസ് 14 × 1 14 എന്ന് വരും ന്യൂമറേറ്ററിൽ. സോ 1 - 3 + 14 ഡിവൈഡ് ബൈ 3 എന്ന് വരും, ദാറ്റ് ഈസ് 14 - 3 ദാറ്റ് ഈസ് 14 - 3 11 11 + 1 12 12 ഡിവൈഡ് ബൈ 3 എന്ന് വരും, 12/3 ദാറ്റ് ഈസ് 4 എന്ന് വരും. സിമ്പിൾ മാത്സ് ആണ്. സോ ഇതെല്ലാവർക്കും ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Next question, limit x tends to 1 x raised to 10 plus 8x cube minus 7x square minus 2 divided by x plus 1 ആണ്. So this is the question. Xന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. That is 1 raised to 10 plus 8 into 1 cube minus 7 into 1 square minus 2 divided by 1 plus 1. Okay, അത്രേ ഉള്ളൂ. So 1 plus 8 minus 7 minus 2 ആണ്, that is divided by 2 എന്ന് വരും. Simple maths ആണ്. So final outcome is here 1 plus 8, that is 9 വരും, minus 7 minus 2. So this is the question. 1 plus 8 നമുക്ക് 9 വരും ഇവിടെ, minus 7 minus 2, that is minus 9 വരും, plus 9 minus 9, that is 0, 0 by 2, that is 0. So the final answer നമുക്ക് 0 കിട്ടി. Here നമുക്ക് കണ്ടിന്യൂറ്റി ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇനി വരുന്നത് ഇതിലൊരു കണ്ടീഷൻ വരുന്നുണ്ട്, അതായത് ഹിയർ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അതായത് ലിമിറ്റ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 0 വരികയാണെങ്കിൽ നമുക്ക് വേറൊരു കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്യാണ്ട്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഡെറിവേറ്റീവിൻ്റെ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. സോ ആൻഡ് സം റൂൾസ് പഠിച്ചു, പിന്നെ ലിമിറ്റ്സ് പഠിച്ചു, ലിമിറ്റ്സിൻ്റെ റൂൾ പഠിച്ചു. സോ അത്രേ ഉള്ളൂ.